തിരുവനന്തപുരം നെടുമങ്ങാട് അതിഥി തൊഴിലാളി ഭാര്യയുടെ കഴുത്തറുത്തു. അസം സ്വദേശി ഗോവിന്ദാണ് ഇന്ന് ഉച്ചയോടുകൂടി ഇത്തരത്തിലൊരു ആക്രമണം നടത്തിയത്. സ്വന്തമായി വയറ്റിൽ കുത്തിയ ശേഷം ഇയാളുടെ ഭാര്യയുടെ കഴുത്തറുത്ത് കൊലപ്പെടുത്താൻ ശ്രമിക്കുകയായിരുന്നു എന്നാണ് വിവരം. രണ്ടുപേരെയും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇത് വാടകയ്ക്ക് താമസിക്കുകയാണ്. ആസാം സ്വദേശികളാണ്. രണ്ട് കുടുംബങ്ങളാണ് ഇവിടെ താമസിക്കുന്നത്. ഇന്ന് രാവിലെ ഒരു മണിക്കൂറായില്ല, ഈ പ്രിയയും ഗോവിന്ദും ഒരു പരസ്പരം കുത്തി എന്നാണ് അറിയുന്നത്. കത്തി കൊണ്ട് അപ്പം അതിൻ്റെ ഡീറ്റെയിൽ അറിയില്ല. ബാക്കി ഇപ്പം നമ്മളിവിടെ വന്നപ്പോൾ രക്തത്തിൽ കുളിച്ച് കിടക്കുകയായിരുന്നു. ഇപ്പോൾ രണ്ടുപേരെയും മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. പോലീസ് വന്ന് കൊണ്ടുപോയിട്ടുണ്ട്. ഇത് വിനോദിൻ്റെയാണ്. അരുൺ മോഹൻ കൂടുതൽ വിവരങ്ങൾ നൽകുന്നു. അരുൺ, എന്താണ് സംഭവം? ഒരു വ്യക്തത വരുന്നില്ലല്ലോ. അതാണല്ലോ സംഭവം. അതായത് ഈ പറയുന്ന ആസാം സ്വദേശികളായ ദമ്പതികളാണ് ഗോവിന്ദനും പ്രിയ എന്നുള്ളത്. ഇവർക്ക് ഏറെക്കാലമായി തിരുവനന്തപുരത്ത് താമസിച്ചു വരികയായിരുന്നു. അതേസമയം പ്രിയ ഈ ഒരു ആൺ സുഹൃത്തിനോടൊപ്പം ഗോവിന്ദനെ ഉപേക്ഷിച്ച് കടന്നു കളയായിരുന്നു. തുടർന്ന് ഈ പറയുന്ന നെടുമങ്ങാട് സമീപത്ത് നെട്ട എന്ന് പറയുന്ന സ്ഥലത്ത് വീട് വാടകയ്ക്കെടുത്ത് താമസിച്ചു വരികയായിരുന്നു. ഇവിടത്തേക്കാണ് ഇന്ന് ഗോവിന്ദൻ എത്തുന്നത്. പ്രിയയെ കാണുന്നു. പ്രിയയെ കണ്ടതിന് ശേഷമാണ് അവിടെ വെച്ച് ഈ ഒരു ആക്രമണം നടത്തുന്നത്. നേരത്തെ അവിടെ സമീപവാസി സംസാരിച്ചതുപോലെ കഴുത്തിൽ മുറിവേറ്റ നിലയിലായിരുന്നു ഈ പ്രിയയെ കാണുന്നത്. ഒപ്പം ഈ ഗോവിന്ദന്റെ വയറ്റിലും കുത്തേറ്റ ഒരു നിലയിലായിരുന്നു. ആദ്യമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഗോവിന്ദൻ വയറ്റിൽ കുത്തിയ ശേഷം ഭാര്യയെ കൊലപ്പെടുത്താൻ ശ്രമിച്ചതിന് ശേഷം അദ്ദേഹം ആത്മഹത്യക്ക് ശ്രമിച്ചു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതേസമയം രണ്ടുപേരും തമ്മിലുള്ള പിടിവലിയും അവിടെ നടന്നു എന്നുള്ളതും പക്ഷേ എന്തായാലും അത് പോലീസ് വ്യക്തമാക്കാനുണ്ട്. ഇരുവരെയും ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. നെടുമങ്ങാട് പോലീസ് എത്തിയാണ് തുടർ നടപടികൾക്ക് നേതൃത്വം നൽകിയത്. എൽദോ, ശരി. ആൺ സുഹൃത്തിൻ്റെ വീട്ടിലായിരുന്നു ഈ പെൺകുട്ടി. ആ ഭാര്യയുടെ കഴുത്തിൽ കുത്തി സ്വയം മുറിവേൽപ്പിക്കുകയും ചെയ്തു എന്നൊക്കെയാണ് മനസ്സിലാക്കുന്നത്. എന്താണെങ്കിലും വളരെ നിഗൂഢമായിട്ടുള്ള സംഭവങ്ങളാണ് നടക്കുന്നത്. അരുൺ മോഹനാണ് വിവരങ്ങൾ നൽകിയത് നെയ്യാറ്റിൻകരയിൽ.